നമസ്കാരം ബോയ്സ്, നമുക്ക് ഈ സീസണിലെ ഇതുവരെയുള്ള ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാനായി. നമുക്ക് ട്രാൻസ്ഫേഴ്സിനെ കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്ലേയേഴ്സ് വിൽക്കുന്നതിനെ കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇട്ടാൻ വൈകിട്ടുണ്ടാവാം. എനിവേ, അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തു. ബട്ട് എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ ഇൻകമിംഗ് പ്രൊഫൈൽ ടാർഗറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഡെലാപ്പ്, ജെമി കിറ്റൻസ് ആൻഡ് ജോവോ പെഡ്രോ 3 പേരും സൈൻ ചെയ്തു. ഈ സീസണിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പ്രൊഫൈലിനെയാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡ്രൂസ്ബറി ഹോളിനെയോ എവിടുന്നോ സൈൻ ചെയ്ത പോലെ ഡ്രൂസ്ബറി ഹോളിനെയോ ഒമാരി കല്ലിമനെയോ അങ്ങനെ ഒന്നും നമ്മൾ സൈൻ ചെയ്തിട്ടില്ല ഇപ്രാവശ്യം. ഇറ്റ്സ് വെരി വെരി ക്ലിയർ. നമുക്ക് എന്താണോ ആവശ്യം, മെറസ്ക് എന്താണോ ബോർഡിനോട് പറഞ്ഞിരിക്കുന്നത്, ആ സൈനിങ്സ് ആണ് നടത്തിയിരിക്കുന്നത്. നമുക്കൊരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ ഒരു ബോൾ ക്യാരിങ് ഡ്രിബിളർ മിഡ്ഫീൽഡിൽ നിന്ന് നമ്പർ 8, നമ്പർ 6, നമ്പർ 8, നമ്പർ 10 സെക്കൻഡ് സ്ട്രൈക്കർ പ്രൊഫൈലായിട്ടില്ല ജോ പെഡ്രോ. ഔട്ട് ആൻഡ് ഔട്ട് വിംഗർ ഇല്ല ജെമി കിറ്റൻസ്. ഡെഫിനറ്റ്ലി ഒരു സ്ട്രൈക്കർ ലിയം ഡെലാപ്പ്. നമുക്കിനി റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ട് ജോവോ പെഡ്രോനെ പോലെ തന്നെ ഒരു ബോൾ ക്യാരിങ് ഡ്രിബിളർ സെൻട്രൽ സ്പേസ് സ്പെഷ്യലിസ്റ്റ് മുഹമ്മദ് കുഡൂസിനെ നമ്മൾ പ്രൊഫൈൽ ടാർഗറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീണ്ടും പ്രൊഫൈൽസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. പിന്നെ മലിക് ഫൊഫാനന്റെ മേലിൽ നമുക്കൊരു കണ്ണുണ്ട്. അവനൊരു ഔട്ട് ആൻഡ് ഔട്ട് വിംഗർ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ. സോ നമ്മുടെ പ്രൊഫൈലിംഗ് നമുക്ക് കൊള്ളാം ഇപ്രാവശ്യത്തെ. ഇനി ഒരു സെന്റർ ബാക്ക് ആൻഡ് ഒരു ഗോൾ കീപ്പർ. ഗോൾ കീപ്പറിനെ കുറിച്ച് ഡിസ്കഷൻസ് നടന്നു തുടങ്ങിയിട്ടില്ല. ജോർഗെ പെട്രോവിച്ച് എന്നാലും വിട്ടുപോവുകയാണ്, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. പെൻഡേഴ്സ് മേ ബി എ ലോൺ. റോബ് സാഞ്ചസിന്റെ ഫ്യൂച്ചർ ഇസ് അൺസർട്ടൻ. മേ ബി നമ്മളൊരു ഗോൾ കീപ്പറിനെ സൈൻ ചെയ്തത്. പക്ഷെ നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു മൈക്ക് മൈഗ്നന്റെ കോൺട്രാക്ട് 6 മാസത്തേക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ ഫ്രീ ആയിട്ട് സൈൻ ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നു. കാരണം വേറെ അങ്ങനെ പറയുന്ന ഗോൾ കീപ്പേഴ്സ് ഒന്നും മാർക്കറ്റ് ഇല്ല. സോ അതൊരു പോസിബിലിറ്റിയാണ്. പിന്നെ ഒരു സെന്റർ ബാക്കിനെ കുറിച്ച് നമ്മൾ നോക്കുന്നു. പക്ഷെ സെന്റർ ബാക്കിന്റെ പ്രശ്നമുണ്ട്. നമുക്ക് ഒരുപാട് സെന്റർ ബാക്കിലെ വെക്കാനുണ്ട്. ആക്സൽ ദിസാസി, ട്രെവോ ചാലബ, തോസിൻ അഡാറാബിയോയോ, ആൻസൽ മീനിയോ, മാമുഡു സാർ, ബാദ്യേശ്വരി, ഇത്രയും സെന്റർ ബാക്കുകളുള്ള സ്ഥിതിക്ക് നമ്മളൊരു പിന്നെ ഫൊഫാനയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് മറന്നു. പക്ഷെ വിനീഡ് സെന്റർ ബാക്ക്, ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്കിനെ വേണം. അതും ഒരു പ്രൊഫൈൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ മെറസ്കെ സംബന്ധിച്ച് തനിക്കൊരു 22-23 പ്ലേയേഴ്സ് ഉണ്ട് കോർ ടീമിൽ. ബാക്കിയുള്ളവരെന്താ, അത് ബോർഡിന്റെ തലവേന. ആൻഡ് ഐ ലൈക്ക് ദാറ്റ് സ്ട്രാറ്റജി. റഹീം സ്റ്റെൽവിൽ, ബെൻ ചിൽവെൽ, മറ്റേത് മറിച്ച് റെനാറ്റോ വേഗം എന്തെങ്കിലും ചെയ്തോ, അത് നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ തലവേന. എനിക്ക് ഇത്രയും പ്ലേയേഴ്സിനെ വേണം, ആൻഡ് ആ പ്ലെയറിൽ എനിക്കൊരു സെന്റർ ബാക്കിനെ വേണം എന്നുള്ളത് മെറസ്ക വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പറയുന്നത്. സോ സെന്റർ ബാക്ക് ഇസ് ഓൾസോ വി ആർ ടാർഗറ്റിംഗ്, വിച്ച് ഇസ് ഗുഡ്. കാരണം നമുക്കില്ലാത്ത പ്രൊഫൈൽസ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കാണിച്ചു കൂട്ടിയിരിക്കുന്ന സൈനിങ്സ് ഒന്നും സത്യം പറഞ്ഞാൽ നമുക്ക് അന്തവും ബന്ധവും കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ഒരു സീസണിൽ ഫസ്റ്റ് ടൈം ഓൾ ഓഫ് ദീസ് സൈനിങ്സ് മേക്ക് സെൻസ്. ഇവർ ക്ലിക്ക് ആവില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഓൾ ദീസ് പ്രൊഫൈൽസ് മേക്സ് എ ലോഡ് ഓഫ് സെൻസ്. അത് കാണാനായിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള തോന്നി എനിക്ക് സൈനിങ്സ് നമ്മൾ നടത്തിയ കഴിഞ്ഞ സീസണുകളിൽ ഏറ്റവും രസകരമായ ഒരു സൈനിങ് ഇസ് പെഡ്രോ നെറ്റോ. കാരണം പെഡ്രോ നെറ്റോ നമുക്ക് വേണ്ടി ഒരു പ്രൊഫൈൽ പ്ലെയറേ അല്ല. അവൻ അടിപൊളി ഒരു പ്ലെയർ ആണ്, പക്ഷെ നമുക്ക് വേണ്ടി ഒരു പ്രൊഫൈൽ പ്ലെയർ. അവൻ ബെസ്റ്റ് ട്രാൻസിഷൻ അറ്റാക്കിംഗ്, കൗണ്ടർ അറ്റാക്കിംഗ് കളിക്കുന്ന ടീമിൽ അവൻ കസർത്തും. കാരണം അവൻ ആ വർക്ക് റേറ്റ് ഉണ്ട്. പക്ഷേ അവന്റെ ആ പേഴ്സണാലിറ്റിയും ഇൻഡിവിജ്വലും വർക്ക് റേറ്റും കാരണം മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കഴിഞ്ഞ സീസണിൽ. ഈ വേൾഡ് കപ്പിലും കോൺട്രിബ്യൂഷൻ അടിപൊളിയാണ്. സോ എന്നെ സംബന്ധിച്ച് ഒരു ഔട്ട്ലയർ സൈനിങ് ആണ്. ശരിക്കും നമുക്ക് വേണ്ടാത്തൊരു പ്രൊഫൈൽ, ഇല്ലാത്തൊരു പ്രൊഫൈൽ അല്ല, നമുക്ക് വേണ്ട അങ്ങനെ ഒരു പ്രൊഫൈൽ. ഒരു ഹൈ പൊസിഷൻ ബേസിൽ കളിക്കുന്ന ഒരു ടീമിന് ആവശ്യമില്ലാത്ത പ്രൊഫൈൽ, എന്നാലും തന്റെ കോൺട്രിബ്യൂഷൻ വളരെ മനോഹരമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വെറും ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റി വെച്ചിട്ട് തന്നെയാണ്. അതെനിക്കൊരു ഭയങ്കര ഒരു വിയേർഡ് സൈനിങ് ആയിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ പിന്നെയും കുറെ പേര് സൈൻ ചെയ്തു. പിന്നെ എൻസോ ഫെർണാണ്ടസ്, കൈസഡോ, അതൊക്കെ തുടക്കം മുതൽ ചെയ്തിരിക്കുന്ന ഒരു കേസുകളാണ്. പക്ഷേ ഈ സീസൺ സൈനിങ്സ് ഹാസ് ബീൻ സ്പോട്ട് ഓൺ, റിയലി സ്പോട്ട് ഓൺ. സെയിൽസ് നടക്കാണ്ടിരിക്കുക, അത് പിന്നെ വേറെ തലവേന. പക്ഷെ നമ്മുടെ കോർ ടീമിന് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഗോൾ കീപ്പർ, സെന്റർ ബാക്ക്, മേ ബി നമ്മുടെ കുക്കുറയുടെ ഒരു ബാക്കപ്പ്, അല്ലെങ്കിൽ കുക്കുറയ കോൾവിലിന് പറ്റിയ ഒരു ബാക്കപ്പ്. റെനാറ്റോ വേഗനെ നമ്മൾ എന്തായാലും വിടുകയാണ്. കാരണം അവന് ഗെയിം ടൈം തന്നെ വേണമെന്ന് വാശി പിടിച്ച സ്ഥിതിയിൽ നമ്മൾ പറഞ്ഞത് കൊടുക്കാൻ പറ്റില്ല. സോ അതിനൊരു പ്രോപ്പർ ബാക്കപ്പ് ആയിട്ടുള്ള ഒരു പ്ലെയറും കൂടെ വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നമ്മുടെ ടീം പക്ക. നമ്മുടെ കോർ 22-23 പ്ലെയേഴ്സ് പെർഫെക്റ്റ്, ഓൾ റൗണ്ട് എല്ലാ പൊസിഷനും കവർ ചെയ്യാൻ പറ്റിയ ഒരു ടീമായി. ആൻഡ് ദാറ്റ് ടാർഗറ്റിംഗ് ഈസ് ഗുഡ്. ലെറ്റ്സ് സീ. ഇതെനിക്ക് പറയണം തോന്നി. കാരണം സോ ഫാർ നമ്മുടെ ട്രാൻസ്ഫേഴ്സ് ഹാവ് ബീൻ വിയർഡ്, പക്ഷെ ദിസ് സീസൺ സോ ഫാർ spot on. Do let me know guys in the thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea Karan.